ഈ നിവിൻ പോളി അടക്കം ഈ മർദ്ദിക്കുക മാത്രമായിരുന്നോ, ശാരീരികമായി മറ്റ് സെക്ഷൽ ഹരാസ്മെന്റ് താങ്കൾക്ക് നേരിട്ടോ? അതെ, സെക്ഷൽ ഹരാസ്മെന്റ് നേരിട്ടിട്ടുണ്ട്. നിവിൻ പോളിക്കെതിരെയുള്ള പീഡന പരാതിയിൽ ആ യുവതി തന്നെ വന്നിട്ട് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ്. ഇത് കേട്ടിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് പക്ക ഫേക്ക് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണെന്നാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ കേൾക്കുന്നവരാരും മണ്ടന്മാരല്ല. അതായത് ഈ പറയുന്ന പോലെ ഹോട്ടൽ റൂമിൽ അടച്ചിടുക, 3 ദിവസത്തോളം ലഹരി കലർത്തിയിട്ടുള്ള വെള്ളം കൊടുക്കുക, എന്തോന്നടേ ഇത്? നമ്മളെല്ലാവരും എന്തോ മണ്ടന്മാരോ? ദുബായ് പോലത്തുള്ള ഒരു സ്ഥലത്താണെന്നും കൂടെ നിങ്ങൾ ആലോചിച്ചോണം. ദുബായിലെങ്ങാണ് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ജയിലിടിഞ്ഞാൽ പോലും പുറലോകം കാണാൻ പറ്റത്തില്ല. എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും പോലീസുകാർ തന്നെ അന്വേഷിക്കട്ടെ. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ന്യൂസ് ഒന്ന് കണ്ടു നോക്കാം. നടൻ നിവിൻ പോളിക്കെതിരായ പീഡന കേസിൽ പ്രാഥമിക അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കാൻ പോലീസ്. ഊന്നുകൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ഉടൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. യുവതി 1 മാസം മുൻപ് നൽകിയ പരാതിയിൽ പീഡനാരോപണമില്ല. പുതിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ യുവതിയുടെ രഹസ്യമൊഴിയും ഉടൻ രേഖപ്പെടുത്തും. പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായും ഇത് തെളിയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും പരാതിക്കാരി റിപ്പോർട്ടറിനോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി സൈഫുൻ നിസാ. മുമ്പോട്ട് പോകാൻ നമ്മൾ മാനസികമായും ശാരീരികമായും ടോർച്ചർ ചെയ്തു. നവംബർ ഡിസംബർ മാസത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. അവരുടെ ജോലി ചെയ്യുകയാണ്. ഞാൻ നേഴ്സാണ്. എന്നെ ഒരു റൂമിൽ ലോക്ക് ചെയ്ത് ഭക്ഷണവും വെള്ളവും ഒന്നും തരാതെ മയക്കുമരുന്ന് കലക്കിയ വെള്ളം മാത്രം തന്ന് ഞാൻ ഈ സെയിം ഇപ്പൊ കൊടുത്തത് അതേപോലെ തന്നെ സെയിം പരാതിയാണ് ഞാൻ കുറച്ച് ചുരുക്കിയാണ് കൊടുത്തത്. അപ്പോൾ ഈ പരാതി കൊടുത്തത് ഓഗസ്റ്റിലായിരുന്നു. ഓഗസ്റ്റിൽ കൊടുത്ത സമയത്ത് പോലീസുകാർ ഓൾറെഡി ഈ ഒരു കാര്യം നിവിൻ പോളിയെ വിളിച്ച് സംസാരിച്ച സമയത്ത് ഇതിന്റെ ക്ലാരിഫിക്കേഷൻസ് എല്ലാം നിവിൻ പോളിയുടെ ഭാഗത്തു നിന്ന് കൊടുത്തു. പോലീസുകാർക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്തു. ഇതൊരു ഫേക്ക് ആയിട്ടുള്ള ന്യൂസാണ്, ചിലപ്പോൾ ഫേമസ് ആവാൻ വേണ്ടി ചെയ്യുന്ന പണിയായിരിക്കും എന്ന് പോലീസുകാർ തന്നെ അത് മനസ്സിലാക്കിയിട്ട് ആ കേസ് ക്ലോസ് ചെയ്തതുമാണെന്ന് നിവിൻ പോളി ഇന്നലെ കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, അന്ന് ആ കൊടുത്ത പരാതിയിൽ ഈ പീഡിപ്പിച്ചു എന്നോ എടുത്തു എന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങളില്ല. അവർ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വേറെ കുറെ കാര്യങ്ങളാണ്. സോഷ്യൽ മീഡിയ വഴി ഇവരെ അപമാനിക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള വേറെ കുറച്ച് കാര്യങ്ങളാണ്. ഈ പീഡിപ്പിച്ചു എന്നും എടുത്തു എന്നുള്ളൊരു സംഭവമേ അതിനകത്തില്ല. അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്ന് ഇവരുടെ അടുത്ത് ചോദിച്ചപ്പം ഇവരുടെ ഒരു മറുപടി ഉണ്ട്. അതും കൂടി നമുക്കൊന്ന് കാണാം. നിവിൻ പോളി ഉൾപ്പെടെയുള്ളവർ താങ്കളെ മർദ്ദിച്ചു, അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ. അതെ, ഞാൻ അങ്ങനെയായിരുന്നു ആദ്യം കൊടുത്തത്. മർദ്ദിച്ചു, ഉപദ്രവിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. അപ്പൊ ഇപ്പോഴാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് വിശദമായിട്ട് കൊടുത്തത്. അതായത് അന്ന് ഈ ശാരീരിക പീഡനം ഉണ്ടായി എന്ന പരാതിയിൽ ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം. ശാരീരിക പീഡനം എന്ന് പറയുമ്പോൾ എങ്ങനെയാ മേഡം, നമ്മൾ പൊതുസമൂഹത്തിൽ നമ്മളിങ്ങനെ എന്നെ ബലാത്കാരമായി പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് നമ്മൾ എഴുതി വിടുന്നില്ലല്ലോ. നമ്മൾ ഒരു അന്വേഷണം വരുമ്പോൾ തുറന്നു പറയാം എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ എഴുതി വിട്ടത്. പക്ഷെ അതിനൊരു അന്വേഷണം വന്നില്ല. പൊതുസമൂഹത്തിൽ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനൊരു കാര്യം എഴുതി വിടുന്നതെന്ന്? ഇതിപ്പം പോലീസ് സ്റ്റേഷൻ പിന്നെ എന്തിനാണ്? പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയാണ്. പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയിൽ ഈ ഒരു കാര്യമല്ലേ മെൻഷൻ ചെയ്യേണ്ടത്? മെയിനായിട്ട് പീഡനം എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ്. പീഡനം എന്നുള്ള ഒരു വാർത്തയായതുകൊണ്ടാണ് ഇത് ഇത്രയ്ക്ക് ഭയങ്കര സെൻസേഷണലായത്. പ്രത്യേകിച്ച് നിവിൻ പോളിയെ പോലെ ഒരു ആക്ടറിന്റെ പേരിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അതിനെപ്പറ്റിയാണ് ആൾക്കാർ ചർച്ച ചെയ്യുന്നത്. ആ കാര്യം ഞാനത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ എനിക്കത് അങ്ങനെ എഴുതി വിടാനായിട്ട് തോന്നിയില്ലെന്ന്. പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ അത് എങ്ങനെയാണ് അതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോട്ടും വാർത്തയിലോട്ടും എല്ലാത്തിലും പോകുന്നത്? ഇത് പറയുന്നതിനകത്തൊന്നും ഒരു ലോജിക്കും ഇല്ല. കാര്യം ഇപ്പം നമ്മുടെ നാട്ടിലെ നിയമവും ഈ കോടതിയും പോലീസും ഒക്കെ പിന്നെ എന്തിനാണ്? നമുക്ക് ഇങ്ങനെ ഒരു പേഴ്സണൽ അനുഭവം ഉണ്ടെങ്കിൽ അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് കംപ്ലൈന്റിൽ എഴുതി കൊടുക്കുക. എങ്കിൽ മാത്രമേ അവർക്ക് അതിനെ പറ്റിയിട്ടുള്ള ആക്ഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം വന്നിരുന്ന് ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നതിനകത്ത് ഒരു ലോജിക്കും ഇല്ല കേട്ടോ. അവർ പറയുന്നതിനകത്ത് ഇപ്പം ന്യൂസ് 18 ഇവരുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു. അതിനകത്ത് ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടി ഒന്ന് കേൾക്കാം. കുറിച്ച് അറിയാൻ പറ്റത്തുള്ളൂ. പുറമേ മാന്യനും ഉള്ളിൽ കയറുമ്പോൾ, അതായത് ഈ സിനിമാ ഫീൽഡിലുള്ളവരെല്ലാം കേരളം വിട്ടു കഴിയുമ്പോൾ അവർക്ക് വേറൊരു മുഖമാണെന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്. ഈ നിവിൻ പോളി അടക്കം ഈ മർദ്ദിക്കുക മാത്രമായിരുന്നോ, ശാരീരികമായി മറ്റ് സെക്ഷൽ ഹരാസ്മെന്റ് താങ്കൾക്ക് നേരിട്ടോ? അല്ലല്ല, ശാരീരിക പീഡനം. അതെ, ശാരീരികമായി സെക്ഷൽ ഹരാസ്മെന്റ് നേരിട്ടിട്ടുണ്ട്. ഒപ്പം ഈ അതിന് ഞാൻ എവിടെ ഏത് ശാസ്ത്രീയപരമായി എന്ത് തെളിവുകൾ പറയൂ. ശാസ്ത്രീയപരമായിട്ട് എനിക്ക് ഈ കേസ് എനിക്ക് നീതി കിട്ടുന്നിടം വരെ ഞാൻ ഇത് മുമ്പോട്ട് പോകും, ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഈ മയക്കുമരുന്ന് നൽകി പീഡനം എന്നതാണോ ഈ പരാതിയുടെ ഉള്ളടക്കം? അതും അങ്ങനെയുണ്ട്. എനിക്ക് അതും ചെയ്തിട്ടുണ്ട്. MDMA എന്ന് പറയുന്ന ഇതാണ് എനിക്ക് അവർ പറയുന്നത് കേട്ട് മനസ്സിലായി. ഒരു വൈറ്റ് കളർ ഒരു ക്രിസ്റ്റൽ പോലത്തെ ഒരു ഇതായിരുന്നു. അപ്പൊ എനിക്ക് ഫുഡൊന്നും തരാതെ ഈ വെള്ളം കുടിക്കാൻ ചോദിക്കുമ്പോൾ നമുക്ക് ഈ പൊടി കലക്കിയ വെള്ളമാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്.
ഇവരത് യൂസ് ചെയ്യുന്നുണ്ട്, ഇവർ മൂക്കിലൂടെ വലിച്ചു കയറ്റുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവരങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഈ വന്ന എല്ലാവരും. അതായത് ഇത് കലക്കി, ഈ പദാർത്ഥം കലക്കിയ വെള്ളമാണ് താങ്കൾക്ക് തന്നത്? എന്തുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത്? ഒരു റീസണും ഇല്ലാതെ എന്തുകൊണ്ട് ഈ പെൺകുട്ടിയുടെ അടുത്ത് ഇങ്ങനെ ചെയ്യണം? വെറുതെ വിളിച്ച് വരുത്തിയിട്ട് ഇങ്ങനെയുള്ള ഒരു പരിപാടികളും കാണിച്ച് 3 ദിവസം ഇങ്ങനെയുള്ള വെള്ളം മാത്രം കൊടുത്ത് നിൽക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ ഇത് കാണുന്നവർ നമ്മളെന്ത് പൊട്ടന്മാരെങ്ങാണോ? എനിക്കത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനി എന്തായാലും ഇത് പോലീസിന്റെ കാര്യങ്ങളായിട്ട് അവരത് അന്വേഷിച്ചിട്ട് തെളിയിക്കട്ടെ. എനിക്ക് മാത്രമല്ല, ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മെജോറിറ്റി ഓഡിയൻസ് ഇത് വിശ്വസിച്ചിട്ടില്ല ഈ ഒരു കാര്യം. പിന്നെ ഇവർ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവരുടെ വാട്സാപ്പ് ഹാക്ക് ചെയ്തെന്നും ഇവരുടെ ഹസ്ബൻഡ് തമ്മിൽ സംസാരിക്കുന്നത് ഇവർ ചോർത്തുന്നെന്നും. വളരെ ബേസ്ലെസ് ആയിട്ടുള്ള കാര്യമാണ്. എങ്ങനെ വാട്സാപ്പ് ഹാക്ക് ചെയ്തെന്ന്, ഒരു മെസ്സേജ് അയച്ചിട്ട് ഹാക്ക് ചെയ്തെന്ന്. ഈ ഹാക്കിങ്ങിനെ പറ്റിയിട്ടൊക്കെ എന്തെങ്കിലും തേങ്ങ അറിഞ്ഞിട്ടാണോ വന്നിരുന്ന് ഈ സംസാരിക്കുന്നത്? എന്ത് പൊട്ടത്തരങ്ങളാണ് വിളിച്ച് പറയുന്നത് ഇവര്. എന്തായാലും അതുകൂടെ കാണാം. അതെ, നിവിൻ പോളി അടക്കമാണോ ഇതെല്ലാം ഉപയോഗിച്ചിരുന്നത്? താങ്കൾ ഈ പറയുന്നത് പോലെ അതിപ്പോൾ എന്താണെന്ന് അറിയില്ല, താങ്കളും സൂചിപ്പിച്ചത് പറഞ്ഞു കേട്ടതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതെ. പിന്നീട് എങ്ങനെയാണ് അവിടെ നിന്ന് പുറത്തു കടന്നത്? കാരണം എന്റെ ഫോൺ എന്റെ ഫോണിൽ നിന്ന് ഹസ്ബൻഡിന് ഒരു മെസ്സേജ് അയക്കുക, അത് ഹാക്ക് ചെയ്യുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതല്ല ഇവർക്ക് കേൾക്കാൻ പറ്റും. ഹസ്ബൻഡ് ഒന്ന് അൺലോക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവർക്ക് അവിടെ ഇരുന്ന് കാണാൻ പറ്റുമായിരുന്നു. ഇത് കഴിഞ്ഞ് ഇവരെന്റെ ബെഡ്റൂമിൽ, അതായത് ഞാൻ അവിടെ ലോക്ക് ആയ സമയത്ത് എന്റെ വീട്ടില്, അതായത് ഹസ്ബൻഡ് എന്റെ വീട്ടിലോട്ട് പോകുന്ന സമയത്ത്, പുറത്തു പോകുന്ന സമയത്ത് ഇവര് ഞങ്ങളുടെ വീടിന്റെ ചാവി എവിടെ ഇരിക്കുന്നതെന്നൊക്കെ ഹസ്ബൻഡിനും ഞാൻ സംസാരിക്കുന്ന ഇവർക്ക് കേട്ട് മനസ്സിലാക്കിയിരുന്നു. അപ്പൊ ഇവരെന്ത് ചെയ്തു, അവർ ഒരാളിനെ വിട്ട് ഞങ്ങളുടെ ബെഡ്റൂമിൽ ഒരു ക്യാമറ വെക്കുകയും ഞങ്ങളുടെ വൈഫൈ ഹാക്ക് ചെയ്യുകയും ഹസ്ബൻഡിന്റെ മെയിൽ ID ഹാക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ പിന്നെ പുള്ളി സംസാരിക്കുന്ന എല്ലാവർക്കും എന്നെ കോൾ വരുമ്പോൾ 1-2 ദിവസം എനിക്ക് സംസാരിക്കാൻ അങ്ങനെ പറ്റിയില്ല. ഹലോ സുഖമാ, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വെച്ചു. പിന്നെ എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയുടെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് ഒരു 3 ദിവസം ആയപ്പോഴത്തേക്ക് ഈ മയക്കുമരുന്നും അതും ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ശ്വാസം വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പൊ എന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് എന്തോ പന്തികയുടെ വയ്യാഴിക ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഹസ്ബൻഡ് തന്നെ എനിക്കൊരു ടിക്കറ്റ് എടുത്ത് നാട്ടിലോട്ട് കയറിപ്പോയി കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. നിങ്ങൾ തന്നെ പറ, ഒരു മെസ്സേജ് അയച്ചിട്ട് വാട്സാപ്പ് ഹാക്ക് ചെയ്തു എന്ന്. നമ്മൾ ഏതെങ്കിലും ഒരു ലിങ്കിൽ ചെന്ന് ക്ലിക്ക് ചെയ്യാതെ നമ്മുടെ ഫോണൊന്നും ഒരിക്കലും ഒരു കാരണവശാലും ഹാക്ക് ചെയ്യാൻ പറ്റില്ല. അതൊരു വാട്സാപ്പിൽ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് ഒരു കാരണവശാലും അങ്ങനെ ഹാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. പറയണത് വളരെ പൊട്ടത്തരമാണ്. ഇവർ പറയുന്നത് പിന്നെ വൈഫൈ ഹാക്ക് ചെയ്യുന്നു. എങ്ങനെ വൈഫൈ ഹാക്ക് ചെയ്ത്? ഇതിൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് പുള്ളിക്കാരത്ത് സ്റ്റഡി നടത്തിയിട്ടില്ല. സ്റ്റഡി നടത്താതെയാണ് ഇതിനെ പറ്റിയിട്ട് വന്ന് സംസാരിക്കുന്നത്. ഇവർ ഈ പറയുന്ന സാധനങ്ങൾ മുഴുവനും തെളിയിക്കാൻ പറ്റും. പോലീസുകാർ നല്ല വ്യക്തമായിട്ട് ഈ ഒരു കാര്യത്തിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സൈബർ വിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരുടെ ഫോൺ ഉൾപ്പെടെ എല്ലാം കൊടുത്ത് അങ്ങനെ ഹാക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് ഉൾപ്പെടെ നമുക്കത് പൊക്കാൻ പറ്റും. വന്നിരുന്ന് ഈ വിഡ്ഢിത്തരങ്ങൾ പറയുമ്പോഴത്തേക്ക് മനസ്സിലാക്കുക, ഇനിയെങ്കിലും ഇതൊക്കെ മൂളയുള്ള ആൾക്കാർ ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുണ്ട് എന്ന്. ഇതൊന്നും ആലോചിക്കുക. നിങ്ങൾ പീഡന പരാതി എന്ന് പറയുന്നൊരു സാധനം നിങ്ങൾ കൊടുത്ത കേസിലില്ല. പിന്നെ നിങ്ങൾ അത് വന്നിട്ട് പിന്നെയാണ് വന്നിരുന്നത് നിങ്ങൾ ഇതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ നിവിൻ പോളിയെടുത്ത് പോലീസുകാർ അന്ന് വിളിച്ച സമയത്ത് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് എന്നാണ് നിവിൻ പോളി സംസാരിക്കുന്നത്. അതായത് എന്തോ പീഡിപ്പിച്ചു എന്ന് ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയി എന്നുള്ള രീതിയിലായിരുന്നു പോലീസുകാർ വിളിച്ചപ്പോൾ സംസാരിച്ചതെന്ന് നിവിൻ പോളി ഒരു ഇന്നലെ കൊടുത്ത വാർത്തയ്ക്കകത്ത് പറയുന്നുണ്ട്. എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. നിങ്ങൾ വിളിച്ചു ചോദിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? അങ്ങനെ എന്തൊക്കെയായിരുന്നു എൻ്റെ അത് പറഞ്ഞത്, കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഇതേ മൂഡിലുള്ള പരിപാടിയായിരുന്നു. ഒരു ഹോട്ടൽ മുറിയിൽ പോകുന്ന ഒരു ഹോട്ടലിൽ ചെന്ന് ഇങ്ങനെ കണ്ടു, പരിചയപ്പെട്ടു, പിന്നെ എന്തോ പീഡിപ്പിച്ചു, അങ്ങനെ എന്തൊക്കെ രീതിയിലാണ് അന്ന് പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കണ്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞു എന്നായിരുന്നു എൻ്റെ ഒരു ഓർമ്മ എന്ന്. പക്ഷേ നമുക്ക് ആ റിട്ടേൺ കംപ്ലയിന്റ് നമ്മൾ കണ്ടതാണ്. ആ റിട്ടേൺ കംപ്ലയിന്റ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അവിടെ സൈഡിൽ വയ്ക്കാം. ആ കംപ്ലയിന്റിനകത്ത് വ്യക്തമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇങ്ങനെയുള്ള പരിപാടിയൊന്നും അതിനകത്ത് ഇല്ലായിരുന്നു, പീഡനമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിനകത്ത് എങ്ങനെയാണ് നിവിൻ പോളിയുടെ പേര് ഇൻവോൾവ് ആയത് എടുത്തതെന്നൊക്കെ നമുക്ക് എടുത്ത് ചെകഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാനേ ഉള്ളൂ. പിന്നെ ഇത് മാത്രമല്ല, ഇവർ കുറച്ച് നാൾക്ക് മുന്നേ ഇവർ ആ പരാതിയിൽ പറഞ്ഞേക്കുന്നതിന്റെ പോലെ തന്നെ ഇവരുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രമുഖരെ ഹണി ട്രാപ്പിലാക്കാൻ ശ്രമം, കഞ്ചാവ് ദമ്പതികൾ പോലീസിന്റെ വലയിൽ കൂട്ടാളികളെ തിരയുന്നു. ഈ ഒരു സാധനം കുറച്ച് നാൾക്ക് മുന്നേ ഇവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതിന്റെ ക്യാപ്ഷൻ നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. AK സുനിൽ, നിവിൻ പോളി എന്നിവർ ചേർന്ന് നടത്തുന്ന PR വർക്ക്. അപ്പം ഇവർ ഇതിന്റെയൊക്കെ പേരിൽ വെച്ചിട്ടായിരുന്നു പരാതി അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ അന്നേ ഇവർ പറയുന്നുണ്ട് ഈ നിവിൻ പോളിയും ഇവരൊക്കെ ചേർന്നിട്ടുള്ള പരിപാടിയാണെന്നും. അത് മാത്രമല്ല, നിവിൻ പോളിയുടെ ഓരോ പോസ്റ്റിന്റെ താഴെ, ഓരോ കാസ്റ്റിംഗ് കോളിന്റെ ഒക്കെ അതിന്റെയൊക്കെ താഴെ പോസ്റ്റ് ഷെയർ ചെയ്തിട്ട് അതിലും ഇതുപോലെ വളരെ മോശമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വെക്കുന്നുണ്ടായിരുന്നു.
പിന്നെ നിവിൻ പോളിയുടെ താഴെ പോയിട്ട് ഇവർ പോയി കമന്റ് വിടുന്നുണ്ടായിരുന്നു. ഇവൻ സുഹൃത്തുക്കളെ എല്ലാവർക്കും വാട്സാപ്പിലൂടെ വൈറസ് ഉള്ള മെസ്സേജ് അയക്കുകയും അങ്ങനെ ഫോൺ ഹാക്ക് ചെയ്ത് ക്യാമറ ഓൺ ആക്കി സുഹൃത്തുക്കളുടെ ഒക്കെ ബെഡ്റൂമിലെ കാര്യങ്ങൾ വരെ റെക്കോർഡ് ചെയ്ത് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്. ഇവന്റെ കയ്യിൽ നിന്നും വാട്സാപ്പ് മെസ്സേജ് കിട്ടിയിട്ടുള്ളവർ എല്ലാവരും സൂക്ഷിക്കുക എന്നും പറഞ്ഞിട്ട് ഇവർ താഴെ പോയി കമന്റ് വിടുന്നുണ്ടായിരുന്നു. ഇത് മൊത്തത്തിൽ നമുക്കൊന്ന് വായിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് പകുതിയും ഫേക്കായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതായത് ഒരാളെ മാക്സിമം എത്രത്തോളം ടോർച്ചർ ഇങ്ങനെയൊക്കെയുള്ള പരിപാടി പറഞ്ഞ് തകർക്കാൻ പറ്റുമോ അതാണ് ഇവർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവർ പറയുന്ന ഒരു കാര്യത്തിനകത്ത് ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഇന്നലെ നിവിൻ പോളി ഈ ഒരു കാര്യത്തിൽ പുള്ളിയുടെ ഭാഗം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന പെൺകുട്ടിയെ കണ്ടിട്ടില്ലെന്നും സംസാരിച്ചിട്ടില്ലെന്നും ഇതാരാന്ന് പോലും അറിയത്തില്ല എന്ന്. അറ്റ്ലീസ്റ്റ് ഇത്രയൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക് മീഡിയയുടെ മുന്നിൽ വന്ന് സംസാരിക്കാൻ കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇപ്പം ബാക്കിയുള്ള നടന്മാരൊന്നും ഈ മുങ്ങി നടക്കുന്നുണ്ടല്ലോ, ഒന്നും സംസാരിക്കാതെ അമേരിക്കയിൽ പോയിരിക്കുക, ഇതിനെ പറ്റിയിട്ടൊന്നും മിണ്ടാതിരിക്കുക, അത് തന്നെ ഏറ്റവും ഭയങ്കര വിഡിത്തമാണ്. നിവിൻ പോളി ഇന്നലെ തന്നെ അത് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തത് നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. എന്തായാലും ആ നിവിൻ പോളിയുടെ ഇന്നലെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. അപ്പം നിവിൻ പോളിയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണിത്. കാര്യം പുള്ളിയുടെ ബോഡി ലാംഗ്വേജും സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പുള്ളി ഇതിനകത്ത് വലിയ ഇൻവോൾവ്മെന്റ് ഇല്ല എന്ന്. അത് മാത്രമല്ല ഇനി ബാക്കിയുള്ള ഇതിനകത്ത് ഇനി എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് പോലീസ് തന്നെ കണ്ടുപിടിക്കട്ടെ. ഇവർ തന്നെ പറയുന്നത് ശ്രേയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൊണ്ടുപോയതാണ്, ഫിലിമിൽ ചാൻസ് കൊടുക്കാന്ന് പറഞ്ഞാണ്, ഇവർ നേഴ്സായിട്ട് അവിടെ വർക്ക് ചെയ്യുമായിരുന്നു എന്നൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ പറയുന്നതിനകത്തൊന്നും ഒരു രീതിയിൽ ഒരു ലോജിക്ക് ഇല്ലാത്ത കാര്യങ്ങളാണ് ഇവർ സംസാരിച്ച് വരുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.